ഹായ് എവരി വൺ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള നമ്മുടെ ജിബ്ലി ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ ഒരു ജാപ്പനീസ് ആർട്ടാണ്. അപ്പോൾ ഇത് വളരെ ചാറ്റ് ജി പി ടിയുടെ ഹെൽപ്പോട് കൂടി ഇത്ര അടിപൊളിയായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാറ്റ് ജി പി ടി എടുക്കുക. സിമ്പിളാണ്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളൊരു ഫോട്ടോ, നമുക്ക് ഏത് ഫോട്ടോയാണ് ആവശ്യം ആ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ആവശ്യമുള്ള അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണം. ഇവർ സിമ്പിളായിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു മിനിറ്റോ അതിന് കൂടുതലും എടുത്തേക്കാം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ചാറ്റ് ജി പി ടി തന്നെ ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. എനിക്കിവിടെ ഏകദേശം 1.5 മിനിറ്റോളം എടുത്തായിരുന്നു ഈ ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ടും ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുള്ളതായിട്ട് നമ്മൾ പ്രോംപ്റ്റ് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. താഴെ സേവ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് ഇമേജ് സേവ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനത്തെ ഇമേജാണ് ആവശ്യമെന്നുള്ളത് നമ്മളാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. അതിനനുസരിച്ചാണ് ചാറ്റ് ജി പി ടി ഇമേജ് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. പുതിയൊരു ട്രെൻഡ് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെറുതായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ജനറേറ്റ് ചെയ്ത് കിട്ടിയ ഒരു ഇമേജ്. ശേഷം ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഫോണിൽ സേവ് ആവും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.